നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഏപ്രിൽ മെയ് മാസത്തിലെ പെൻഷൻ ഇപ്പോൾ ആർക്കും ലഭിച്ചിട്ടില്ല. പുതിയ സർക്കാരിൻ്റെ ആദ്യ പെൻഷൻ വിതരണമായ മെയ് മാസത്തിൽ എന്നായിരിക്കും നമുക്ക് ഈ പെൻഷൻ ലഭിക്കുക? ഇപ്പോഴും പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുത്ത അപേക്ഷയിൽ അക്കൗണ്ട് നമ്പർ മാറ്റലടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്താണ് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ പ്രഖ്യാപിച്ചത്. ജനുവരി മാസം മുതൽ ലഭിച്ച ആളുകളുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസം വരെ 3000 രൂപ ലഭിച്ച ആളുകളുണ്ട്. 2000 രൂപ പെൻഷൻ ലഭിച്ച ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും ഇനി ലഭിക്കാനുള്ളത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷനാണ്. നിങ്ങൾക്ക് എത്ര രൂപയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ചത്? 2000 രൂപയാണെങ്കിൽ അതൊന്നും കമൻറ്റ് ചെയ്യുക. അതല്ല 3000 രൂപ ലഭിച്ച ആളുകൾ അതൊന്നും കമൻറ്റ് ചെയ്യുക. ഏതായാലും ഏപ്രിൽ മെയ് മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ ഈ മാസം അവസാനത്തിൽ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 1-2 ദിവസങ്ങൾക്കകം തന്നെ പുതിയ മുഖ്യമന്ത്രി അധികാരത്തിൽ വരികയും പിന്നീട് മന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കും. ഈ മാസം 24-ാം തീയതിയോ 25-ാം തീയതിയോ ആയിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക. അങ്ങനെ ലഭിക്കുന്ന സമയത്ത് 2 മാസത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ 1000 രൂപയും മെയ് മാസത്തിലെ 1000 രൂപയുമാണ് അവർക്ക് ലഭിക്കുക. നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്ന ആളുകളാണെങ്കിൽ യെസ് എന്നും ഇല്ലാത്ത ആളുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അപേക്ഷ സമർപ്പിച്ചിട്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്ത അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താൻ സാധിക്കും. ഒട്ടുമിക്ക ആളുകളുടെയും അക്കൗണ്ട് നമ്പറിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പണം അക്കൗണ്ടിൽ എത്താത്തത്. സർക്കാർ ഇതിനൊരു ഔദ്യോഗിക വെബ്സൈറ്റ് തുടങ്ങിയിരുന്നു. ആ വെബ്സൈറ്റ് വഴി നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഈ വെബ്സൈറ്റിൽ ഒന്നുകിൽ നമ്മളുടെ ആധാർ നമ്പർ, അതല്ലെങ്കിൽ മൊബൈൽ നമ്പർ, അതല്ലെങ്കിൽ കേസ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പർ, പെൻഷൻ ID ഇതിലേതെങ്കിലും നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും മാറിയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പണം അക്കൗണ്ട് ലഭിക്കാത്തത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അക്കൗണ്ട് നമ്പറും തിരുത്താനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിന് ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ തെറ്റുകൾ തിരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ പുതിയ സർക്കാരിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ വരാനുണ്ട്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് 25 ലക്ഷത്തിൻ്റെ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, അങ്ങനെ ഒരുപാട് അറിയിപ്പുകൾ വരാനുണ്ട്. ഇങ്ങനെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.